Good morning, my dear students. We last class unit unit 3.6 inventory cost centers inventory information chapter last part cost centers and inventory information last part go down creation then stock group creation okay creating stock category. Stock category create ചെയ്യുന്നതിന് stock category എന്ന് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഇഷ്ടംപോലെ ട്രാൻസാക്ഷൻസ് ഡേ ടു ഡേ ഇഷ്ടംപോലെ ട്രാൻസാക്ഷൻസ് വരും. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ അത് നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആകുമ്പോൾ അവിടെ കിഡ്സ് വെയർ കാണും, ജെൻസ് വെയർ കാണും, ലേഡീസ് വെയർ കാണും. അപ്പോൾ കിഡ്സ് വെയറിൽ വരുന്ന കാറ്റഗറി എല്ലാം കൂടെ നമുക്ക് ഒരിടത്ത് എൻട്രി ചെയ്യാം. ലേഡീസ് വെയറിനകത്ത് വരുന്ന കാറ്റഗറി എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് എൻട്രി ചെയ്യാം. ജെൻസ് വെയറിനകത്ത് വരുന്ന എല്ലാം കൂടെ ഒരുമിച്ച് എൻട്രി ചെയ്യാം. അതാണ് സ്റ്റോക്ക് കാറ്റഗറി എന്നത്. സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിൽ പല രീതിയിൽ ഒരേ രീതിയിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് എൻട്രി ചെയ്യുക. അതാണ് സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കി നിങ്ങൾ ക്രിയേറ്റിംഗ് സ്റ്റോക്ക് കാറ്റഗറി. സ്റ്റോക്ക് കാറ്റഗറി എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കി? അവിടെ എവിടെ പോകണം? ഗേറ്റ് ഓഫ് ടാലി പോവുക. ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് കാറ്റഗറി സിംഗിൾ ക്രിയേറ്റ്. നിങ്ങൾക്ക് തെറ്റല്ല, അക്കൗണ്ട് ഇൻഫോ അല്ല. സ്റ്റോക്ക് എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഓർത്തോണം എന്താണ്? ഇൻവെന്ററി ഇൻഫോ ആണ്. ഇൻവെന്ററി ഇൻഫോയിൽ അതൊന്ന് സ്റ്റോക്ക് കാറ്റഗറി എടുക്കുക, ദെൻ സിംഗിൾ ക്രിയേറ്റ്. ഓക്കെ, ഇനി ഡിസ്പ്ലേ ആണ്. നിങ്ങൾ ആ ചെയ്ത കാര്യം നിങ്ങൾക്ക് ഡിസ്പ്ലേ ആണെങ്കിൽ എങ്ങനെയാണ്? ഗേറ്റ് ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് കാറ്റഗറി സിംഗിൾ ഡിസ്പ്ലേ. ഓൾട്ടർ ചെയ്യണമെങ്കിലോ? ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് കാറ്റഗറി സിംഗിൾ ഓൾട്ടർ. നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങൾക്ക് ഇപ്പൊ കിഡ്സ് വെയർ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും എൻട്രി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഗേറ്റ്വേ ഓഫ് ടാലി പോവുക, ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് കാറ്റഗറി സിംഗിൾ ഓൾട്ടർ. ഏതാണോ നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യേണ്ടത് അത് ആ ലിസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഫൈനലി നമ്മൾ എന്ത് കൊടുക്കുക? ഓൾട്ടും ഡിയും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് കാറ്റഗറി സിംഗിൾ ക്രിയേറ്റ്. ഗേറ്റ്വേ ഓഫ് ടാലി പോവുക, ഇൻവെന്ററി ഇൻഫോ ആണ്, അക്കൗണ്ട് ഇൻഫോ അല്ല. ഇൻവെന്ററി ഇൻഫോയിൽ പോവുക, ദെൻ സ്റ്റോക്ക് കാറ്റഗറി നമ്മൾ ക്ലിക്ക് ചെയ്യുക, ദെൻ സിംഗിൾ ക്രിയേറ്റ്. മൾട്ടിപ്പിൾ ആണെങ്കിൽ മൾട്ടിപ്പിളിന്റെ കേസ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? സെയിം ഇതാണ്, ഇവിടെ മൾട്ടിപ്പിൾ ആവും. ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് കാറ്റഗറി മൾട്ടിപ്പിൾ ക്രിയേറ്റ്. ഡിസ്പ്ലേ ആണെങ്കിലോ? ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് കാറ്റഗറി മൾട്ടിപ്പിൾ ഡിസ്പ്ലേ. ഓൾട്ടർ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഗേറ്റ്വേ ഓഫ് ടാലി പോവുക, ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് കാറ്റഗറി മൾട്ടിപ്പിൾ ഓൾട്ടർ ചെയ്യുക. ദെൻ സ്റ്റോക്ക് ഐറ്റംസ്. സ്റ്റോക്ക് കാറ്റഗറി ആണ് നമ്മൾ നോക്കിയത്. അടുത്തത് സ്റ്റോക്ക് ഐറ്റം. സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബിസിനസ്സിലെ പല സ്റ്റോക്ക് ഐറ്റംസ് കാണത്തില്ലേ? ഇപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന്റെ കേസിൽ തന്നെ എടുക്കുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള സ്റ്റോക്ക് ഐറ്റംസ് ആണ്. ഇപ്പൊ സ്റ്റിച്ചഡ് മെറ്റീരിയൽസ് കാണും, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് ആണ്, സ്റ്റോക്ക് ഐറ്റംസ് ആണ്. അപ്പൊ സ്റ്റോക്ക് ഐറ്റംസിന്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ്? ക്രിയേറ്റിംഗ് സ്റ്റോക്ക് ഐറ്റം എങ്ങനെയാണ്? ഇപ്പൊ സ്റ്റോക്ക് ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക, ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് ഐറ്റം സിംഗിൾ ക്രിയേറ്റ്. ഡിസ്പ്ലേ ആണെങ്കിലാണോ? ഗേറ്റ്വേ ഓഫ് ടാലി പോവുക, ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് ഐറ്റം സിംഗിൾ ഡിസ്പ്ലേ. ഓൾട്ടർ ചെയ്യണമെങ്കിലും ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് ഐറ്റം സിംഗിൾ ഓൾട്ടർ. നിങ്ങൾ ചെയ്തു വെച്ച കാര്യം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് ഐറ്റം സിംഗിൾ ഓൾട്ടർ. ദെൻ മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഐറ്റം. ഒന്നിൽ കൂടുതൽ ഐറ്റംസ് വരുവാണെങ്കിൽ എങ്ങനെയാണ്? ഗേറ്റ്വേ ഓഫ് ടാലി പോവുക, ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് ഐറ്റം മൾട്ടിപ്പിൾ ക്രിയേറ്റ്. നമുക്ക് ഒരുമിച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് വരും. ഡിസ്പ്ലേ ആണെങ്കിലും ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് ഐറ്റം മൾട്ടിപ്പിൾ ഡിസ്പ്ലേ. ഓൾട്ടർ ആണെങ്കിലും ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോ സ്റ്റോക്ക് ഐറ്റം മൾട്ടിപ്പിൾ ഓൾട്ടർ. ദെൻ ഗോഡൌൺസ് ആൻഡ് യൂണിറ്റ് ഓഫ് മെഷർ. ഗോഡൌൺ എന്ന് പറയുന്നത് എന്താണ്? പ്ലേസ് ടു സ്റ്റോക്ക്. നമുക്ക് ബിസിനസ്സിലെ സ്റ്റോക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസ് ആണെന്ന് പറയുന്നത് ഗോഡൌൺ എന്ന് പറയുന്നത്. ഗോഡൌൺ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ എല്ലാ ബിസിനസ്സും എന്ത് കാണും? ഗോഡൌൺ കാണും. നമ്മുടെ സ്റ്റോക്ക് നമ്മളെ ഇഷ്ടംപോലെ സാധനങ്ങള് ഒരുമിച്ച് നമ്മൾ പല സ്റ്റേജിലായിട്ടാണോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല, ഒരുമിച്ച് ബൾക്കായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച കാര്യങ്ങളെല്ലാം
സെയിൽ ആവണമെന്നുണ്ടോ? ഇല്ല. പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച് കാര്യങ്ങളൊന്നും അത്രയും സെയിൽ ആവണമെന്ന് ഇല്ല. അപ്പൊ ബാക്കി വരുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ആ പ്ലേസിന് പറഞ്ഞ പേരാണ് ഗോഡൌൺ എന്ന് പറയുന്നത്. ഗോഡൌൺ ഉണ്ട്, യൂണിറ്റ് ഓഫ് മെഷർ ഉണ്ട്. ഇപ്പൊ കിലോഗ്രാം ആണെങ്കിൽ കിലോഗ്രാം, അങ്ങനെയുള്ള യൂണിറ്റ് എത്ര ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ അത് എൻ്റർ ചെയ്യുക. അപ്പൊ ഗോഡൌണും യൂണിറ്റ് ഓഫ് മെഷറും. ഗോഡൌൺ ഇസ് എ പ്ലേസ് ടു സ്റ്റോർ സ്റ്റോക്ക്. സ്റ്റോക്ക് സ്റ്റോർ ചെയ്യുന്ന പ്ലേസിന് പറഞ്ഞ പേരാണ് ഗോഡൌൺ എന്ന് പറഞ്ഞത്. ഗോഡൌണും എന്താകാം, സിംഗിൾ ഗോഡൌണും ആകാം, മൾട്ടിപ്പിൾ ഗോഡൌണും ആകാം. ഇപ്പൊ ഒരു ബിസിനസ്സിന് ചിലപ്പോൾ ഒറ്റ ഒരിടത്ത് മാത്രമേ അവർക്ക് ഗോഡൌണ് കാണുള്ളൂ. വലിയ വലിയ ബിസിനസ്സിൽ അങ്ങനെ ആയിരിക്കുമോ? അല്ല, കുറെ ഗോഡൌൺസ് അവർക്ക് കാണും. ക്രിയേറ്റ് ഗോഡൌൺ. ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഗേറ്റ്വേ ഓഫ് ടാലി പോവുക, ഇൻവെന്ററി ഇൻഫോ, ഗോഡൌൺ സിംഗിൾ ക്രിയേറ്റ്. ഡിസ്പ്ലേ ചെയ്യുന്നതാണെങ്കിലോ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, ഗോഡൌൺ സിംഗിൾ ഡിസ്പ്ലേ. ഓൾട്ടർ ചെയ്യണമെങ്കിലും ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, ഗോഡൌൺ സിംഗിൾ ഓൾട്ടർ. ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, ഗോഡൌൺ സിംഗിൾ ഓൾട്ടർ. ഏതാണോ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഓൾട്ടും ഡിയും കൂടെ പ്രസ് ചെയ്യുക. മൾട്ടിപ്പിൾ ഗോഡൌൺ ആണെങ്കിലോ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, ഗോഡൌൺ മൾട്ടിപ്പിൾ ക്രിയേറ്റ്. ഡിസ്പ്ലേ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇൻവെന്ററി ഇൻഫോ, ഗോഡൌൺ മൾട്ടിപ്പിൾ ഡിസ്പ്ലേ. ഓൾട്ടർ ചെയ്യണമെങ്കിലും ഗേറ്റ്വേ ഓഫ് ടാലി പോവുക, ഇൻവെന്ററി ഇൻഫോ, ഗോഡൌൺ മൾട്ടിപ്പിൾ ഓൾട്ടർ. ദെൻ യൂണിറ്റ് ഓഫ് മെഷർ. യൂണിറ്റ് ഓഫ് മെഷർ എന്ന് പറയുന്നത് എന്താണ്? അത് യൂണിറ്റ് ഓഫ് മെഷർ എന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ് സ്ഥാപനമാണ്, അവിടെ യൂണിറ്റ് ഓഫ് മെഷർ എന്താണ് നിർബന്ധമാണ്. ഏത് യൂണിറ്റ് ആണോ സാധനങ്ങൾ മെഷർ ചെയ്യുന്നത്, അതാണ് യൂണിറ്റ് ഓഫ് മെഷർ എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് മെഷർ രണ്ട് രീതിയിലുണ്ട്, സിമ്പിളും ഉണ്ട്, കോമ്പൗണ്ടും ഉണ്ട്. സിമ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമ്പിൾ എന്ന് പറഞ്ഞാൽ വൺ യൂണിറ്റ്. സിമ്പിൾ കൺസിസ്റ്റ് ഓഫ് വൺ സിംഗിൾ യൂണിറ്റ്. ഒറ്റ സിംഗിൾ യൂണിറ്റ് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് സിമ്പിൾ എന്ന് പറയുന്നത്. ഒറ്റ യൂണിറ്റ് മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, മെഷർ ചെയ്യുള്ളൂ. അതാണ് എന്താണ് സിമ്പിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്പേഴ്സ് ആകാം, കിലോഗ്രാം ആകാം, മീറ്റേഴ്സ് ആകാം, അതെല്ലാം വരുന്നത് എന്തിനകത്താണ്? സിമ്പിൾ യൂണിറ്റ് ഓഫ് മെഷർ എന്ന് പറഞ്ഞാൽ ഒറ്റ യൂണിറ്റ് വരുന്നതാണ് ഇത് പറഞ്ഞത് സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ഹാവ് എ മൾട്ടിപ്പിൾ ഓർ കൺവേർഷൻ ഫാക്ടർ. അവിടെ സിംഗിൾ ആയിരിക്കും, അല്ല മൾട്ടിപ്പിൾ ആയിരിക്കും. മൾട്ടിപ്പിൾ ആണെങ്കിലാണ് എവിടെ എൻ്റർ ചെയ്യുന്നത്, കോമ്പൗണ്ട് അകത്ത് എൻ്റർ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ബോക്സ് ഓഫ് 10 പീസസ്. ഒരു എന്തായിരിക്കും 10 പീസസ്, ഒരു ബോക്സിനകത്ത് എന്തുണ്ട് 10 പീസസ് ഉണ്ട്. ഇപ്പൊ മെഡിസിന്റെ ഒക്കെ കേസിനകത്താണെങ്കിൽ സിംഗിളിന്റെ അകത്തായിരിക്കോ കോമ്പൗണ്ട് അകത്തായിരിക്കും? കോമ്പൗണ്ട് അകത്തായിരിക്കത്തില്ലേ? കാരണം ഒരു ബോക്സിന്റെ അകത്ത് അവർ ഒരു പീസ്, ഒരു സ്ട്രിപ്പ് മാത്രം ഇട്ടാണ് അവർ അയക്കുന്നത്, അല്ല കുറെ സ്ട്രിപ്പ് വെച്ചായിരിക്കും അവരല്ലേ കുറെ മെഡിസിൻ വെച്ചായിരിക്കും അവര് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് കോമ്പൗണ്ടിന്റെ കേസാണ്, അത് സിമ്പിൾ അല്ല. ഒറ്റ യൂണിറ്റ് വരുന്നതാണ് സിമ്പിൾ എന്ന് പറയുന്നത്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഹൗ മൾട്ടിപ്ലെയർ വരുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, കോമ്പൗണ്ട് വരുന്നത്. ഇനി യൂണിറ്റ് ഓഫ് മെഷർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിയേ. ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ്. ഗേറ്റ്വേ ഓഫ് ടാലി പോവുക, ഇൻവെന്ററി ഇൻഫോ, യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ്. ഡിസ്പ്ലേ ആണെങ്കിലോ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, യൂണിറ്റ് ഓഫ് മെഷർ ഡിസ്പ്ലേ. നമുക്ക് ഓൾട്ടർ ചെയ്യണം. നമ്മൾ ചെയ്തു വെച്ച ഗ്രൂപ്പ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, യൂണിറ്റ് ഓഫ് മെഷർ ഓൾട്ടർ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. നമ്മൾ എന്തൊക്കെയാ നോക്കിയത്? എങ്ങനെയാണ് സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കി. ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ അക്കൗണ്ട് ഇൻഫോ അല്ല, സ്റ്റോക്ക് ആണ്, ഇൻവെന്ററി ഇൻഫോ ആണ്, സ്റ്റോക്ക് കാറ്റഗറി സിംഗിൾ ക്രിയേറ്റ്. ദെൻ നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റോക്ക് കാറ്റഗറി ആകുമ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തോണം, മൾട്ടിപ്പിൾ ഓർത്തോണം. ദെൻ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഐറ്റം സിംഗിൾ ക്രിയേറ്റ്. മൾട്ടിപ്പിൾ ആണെങ്കിൽ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഐറ്റം മൾട്ടിപ്പിൾ ക്രിയേറ്റ്. ഗോഡൌൺ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഗോഡൌണിന്റെ കേസിൽ വരുമ്പോൾ എന്താണ്? ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ. ഇൻവെന്ററി ഇൻഫോയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗോഡൌണ് സിംഗിൾ ക്രിയേറ്റ്. മൾട്ടിപ്പിൾ ഗോഡൌൺ ആണ്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് ലാസ്റ്റ് ക്ലാസ് നിങ്ങൾ യൂണിറ്റ് 3 ആണ് നോക്കിയത്, കോസ്റ്റ് സെന്റേഴ്സ് ആൻഡ് ഇൻവെന്ററി ഇൻഫർമേഷൻ. അതിന്റെ ബാക്കിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റിനകത്ത് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ട്. അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. പ്രാക്ടിക്കൽ 1 അത് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ആ പ്രാക്ടിക്കൽ 1ന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ഫസ്റ്റ് ആ ക്വസ്റ്റ്യനകത്ത് നോക്കിയാൽ അരവിന്ദ് ട്രേഡിംഗ് കമ്പനി ഒരു കമ്പനിയാണ്. അവിടെ 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ എക്സ്പെൻസസ് അവരവിടെ തന്നിട്ടുണ്ട്. അതില് എക്സ്പെൻസസ് വന്നേക്കുന്ന പർച്ചേസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, സെയിൽസ് ഉണ്ട്. എക്സ്പെൻസസ് 3 എക്സ്പെൻസസ് അവർ എൻട്രി ചെയ്തിട്ടുണ്ട്. സാലറി ഉണ്ട്,
ഇലക്ട്രിസിറ്റി ഉണ്ട്, ടെലിഫോൺ ചാർജസ് ഉണ്ട്. ഓക്കെ, അതിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. 3 ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ 3 ഡിപ്പാർട്ട്മെന്റില് സാലറി എത്രയാണ്, ഇലക്ട്രിസിറ്റി എത്രയാണ്, ടെലിഫോൺ ചാർജസ് എത്രയാണ് അവര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ടാലി സ്ക്രീനിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ കമ്പനി ക്രിയേറ്റ് ചെയ്തു, അരവിൻ ട്രേഡിംഗ് കമ്പനി എന്നുള്ള കമ്പനി ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ അത് വീട്ടിൽ നിന്ന് സിസ്റ്റത്തിനകത്ത് ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ദെൻ നമ്മൾ F11 ഫീച്ചേഴ്സ് എടുത്തേ. F11 ഫീച്ചേഴ്സിനകത്തുനിന്ന് നമ്മൾ എന്ത് കൊടുക്കാം, അരവിൻ ട്രേഡിംഗ് കമ്പനി അല്ലേ, പുതിയ കമ്പനി അല്ലേ, അവിടെ മെയിൻറ്റെയിൻ കോസ്റ്റ് സെന്റർ അത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഇവിടെ ആക്ടിവേറ്റ് ആണ്, ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫൈനലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ അവർ പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്, കോസ്റ്റ് സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. 3 കോസ്റ്റ് സെന്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസ് ക്രിയേറ്റ് ചെയ്യണം, പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യണം, സെയിൽസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് സെന്റേഴ്സിന് എടുക്കല് നമ്മൾ പോവുക. അക്കൗണ്ട് ഇൻഫോ, കോസ്റ്റ് സെന്റേഴ്സ്, ക്രിയേറ്റ് നമ്മൾ എന്ത് കൊടുക്കുക, പർച്ചേസ്. പർച്ചേസ് എന്നുള്ള കോസ്റ്റ് സെന്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ പ്രൈമറി അക്സെപ്റ്റ് ചെയ്യുക. ദെൻ പ്രൊഡക്ഷൻ, പ്രൈമറി അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. തേർഡ് സെയിൽസ്, അണ്ടർ പ്രൈമറി അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ 3 കോസ്റ്റ് സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്തു, പർച്ചേസ് ചെയ്തു, പ്രൊഡക്ഷൻ ചെയ്തു, സെയിൽസ് ചെയ്തു. ഇനി നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അക്കൗണ്ട് ഇൻഫോ, ലെഡ്ജർ, ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സാലറീസ് അണ്ടർ എന്താണ്, സാലറീസ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻവെന്ററി വാല്യൂസ് ആർ അവൈലബിൾ ഒന്നും കൊടുക്കണ്ട. കോസ്റ്റ് സെന്റേഴ്സ് ആർ ആപ്ലിക്കബിൾ, എസ് കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്യുക. ദെൻ ഇലക്ട്രിസിറ്റി, അക്സെപ്റ്റ് ചെയ്യുക. ദെൻ ടെലിഫോൺ, അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ 3 ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, സാലറീസ്, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ ചാർജസ്. ഇനി ദെൻ വൗച്ചർ, അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എടുക്കുക. നമ്മള് സാലറിയും ഇലക്ട്രിസിറ്റിയും ടെലിഫോൺ ചാർജസും എന്താണ്, ബിസിനസിനെ നമുക്ക് റെസിപ്റ്റ് വൗച്ചറിനകത്താണ് എൻട്രി ചെയ്യുന്നത്, പേയ്മെന്റ് വൗച്ചറിനകത്താണ് എൻട്രി ചെയ്യുന്നത്. പേയ്മെന്റ് വൗച്ചർ അല്ല. അപ്പൊ സോ നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്യുക, പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. പേയ്മെന്റിന്റെ ബട്ടൺ പാനൽ F5 പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ അക്കൗണ്ട് എടുക്കാൻ നമ്മൾ എന്ത് കൊടുക്കുക, ക്യാഷ് കൊടുക്കുക. ക്യാഷ് ഡിഫോൾട്ട് അവിടെ ഉണ്ട്, ക്യാഷ് കൊടുക്കുക. ദെൻ അവിടെ എന്ത് കൊടുക്കുക, സാലറി കൊടുക്കുക. സാലറിയുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 75,000. അടുത്തത് സാലറി നമ്മൾ എന്ത് കൊടുത്തു, 75,000 കൊടുത്തു. അവിടെ എന്ത് കൊടുത്തു, കോസ്റ്റ് കാറ്റഗറി എടുക്കാൻ നമ്മൾ എന്ത് കൊടുക്കണം, പർച്ചേസ് കൊടുക്കണം. സാലറീസ് നമ്മൾ എത്ര കൊടുത്തു, 75,000 കൊടുത്തു. ദെൻ അതവിടെ എന്ത് ചെയ്യണം, പ്രൈമറി കോസ്റ്റ് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം, പർച്ചേസ് കൊടുക്കണം. പർച്ചേസ് അല്ല കൊടുക്കേണ്ടത്, പർച്ചേസ് കൊടുക്കുക. പർച്ചേസ് എടുക്കുക എമൗണ്ട് എത്ര, 22,000.
then production then production department എടുക്കുക എത്ര കൊടുക്കണം 30,000 then sales department എടുക്കല് 23,000 അപ്പം ഇതിനകത്ത് എന്തൊക്കെ കൊടുത്തു പർച്ചേസ് കൊടുത്തു പ്രൊഡക്ഷൻ കൊടുത്തു സെയിൽസ് കൊടുത്തു അണ്ടർ എവിടെ ആയിരുന്നു സാലറിക്കകത്തായിരുന്നു നമ്മൾ ഈ 3 കാറ്റഗറിയും കൊടുത്തത് പർച്ചേസ് പ്രൊഡക്ഷൻ സെയിൽസ് അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുക അപ്പൊ നമ്മൾ സാലറി ചെയ്തില്ലേ നരേഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നരേഷ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കുക ഇലക്ട്രിസിറ്റി കൊടുക്കുക ഇലക്ട്രിസിറ്റി എത്ര എമൗണ്ട് ഇലക്ട്രിസിറ്റിയുടെ 28,000 28,000 കൊടുത്തു കോസ്റ്റ് കാറ്റഗറി എടുക്കുക നമ്മൾ എന്ത് കൊടുക്കുക അവിടെ എന്ത് കൊടുക്കുക പർച്ചേസ് കൊടുക്കുക പർച്ചേസിലെടുക്കല് എത്ര എമൗണ്ട് എന്ന് പറയുന്നത് 8,000 then പ്രൊഡക്ഷൻ കൊടുക്കുക പ്രൊഡക്ഷന്റെ എമൗണ്ട് 15,000 then സെയിൽസിന്റെ എമൗണ്ട് 5,000 ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുത്തു അത് ടെലിഫോൺ ചാർജസ് എമൗണ്ട് 18,000 ടെലിഫോൺ ചാർജസിന്റെ നോക്കി നിങ്ങൾ അവിടെയും എന്ത് കൊടുക്കുക പർച്ചേസിനകത്ത് എമൗണ്ട് 7,500 then പ്രൊഡക്ഷൻ 2,500 then സെയിൽസ് 8,000 അത് നമ്മൾ എന്ത് ചെയ്യുക അപ്പം 3 പേയ്മെന്റ് അത് തന്നെ നമ്മൾ 3 എണ്ണം ചെയ്തു സാലറീസ് ഇലക്ട്രിസിറ്റി ടെലിഫോൺ ഈ 3ന്റെയും സബ് ഡിവിഷനകത്താണ് എന്തൊക്കെ വരുന്നത് കോസ്റ്റ് കാറ്റഗറി നോക്കി നിങ്ങൾ പർച്ചേസ് ഉണ്ട് പ്രൊഡക്ഷൻ ഉണ്ട് സെയിൽസ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ വ്യത്യാസം മനസ്സിലായി കാണും നോക്കി പേയ്മെന്റ് വാച്ചിനകത്ത് നമ്മൾ എൻട്രി ചെയ്തത് അപ്പം അണ്ടർ ക്യാഷ് ആണ് അക്കൗണ്ടിന്റെ അടുത്ത് ക്യാഷ് ആണ് വരുന്നത് സാലറീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അതിന്റെ കോസ്റ്റ് കാറ്റഗറിക്കകത്ത് വരുന്നതാണ് പർച്ചേസ് പ്രൊഡക്ഷൻ സെയിൽസ് ഇലക്ട്രിസിറ്റിക്കകത്തും 3 സബ് ഡിവിഷൻ ഉണ്ട് ടെലിഫോണിന്റെ അകത്തും സബ് ഡിവിഷൻ ഉണ്ട് അപ്പൊ ഇത്രയും കാരണം നമ്മൾ എൻട്രി ചെയ്തു ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക ഇത് അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇത് കോസ്റ്റ് കാറ്റഗറിയുടെ സമ്മറി റിപ്പോർട്ട് നിങ്ങൾക്ക് കാണണം സമ്മറി റിപ്പോർട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം ഗേറ്റ് ഓഫ് ടാലി പോവുക അവിടെ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ കണ്ടോ റിപ്പോർട്ട്സിനടുക്കൽ എന്തുണ്ട് ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക then സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുക then കോസ്റ്റ് സെന്റേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് എടുക്കുന്ന കോസ്റ്റ് സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക then കാറ്റഗറി സമ്മറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഡിസ്പ്ലേ കോസ്റ്റ് സെന്റേഴ്സ് എടുക്കുക കാറ്റഗറി സമ്മറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൈമറി കോസ്റ്റ് സെന്റേഴ്സ് കോസ്റ്റ് കാറ്റഗറിനകത്ത് എന്തെല്ലാം ചെയ്തു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പർച്ചേസ് ഉണ്ട് സെയിൽസ് ഉണ്ട് അതിന്റെ എമൗണ്ട് വന്നിരിക്കുന്നുണ്ടോ 1,21,000 നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമല്ലോ 47,500 37,500 36,000 ഇതിന്റെ ഓവറോൾ ടോട്ടൽ ഇതാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് കാറ്റഗറി സമ്മറി റിപ്പോർട്ട് നിങ്ങൾ കുറെ ട്രാൻസാക്ഷൻസ് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് സമ്മറി റിപ്പോർട്ട് കൂടും ഓക്കെ ഇതും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണം ആ ടെസ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം ഇത് വീട്ടിലെ സിസ്റ്റത്തിനകത്ത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുകയും അതിന്റെ റെക്കോർഡ് എഴുതുകയും ചെയ്യണം ഓക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ തീർന്നു ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് റെക്കോർഡിൽ അത് നിങ്ങൾക്ക് ഉണ്ട് അത് നിങ്ങൾ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു